Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. കേൾക്കുന്നുണ്ടോ പറയണത്? ക്ലിയർ ആണോ പറയുന്നത്? Yes, ma'am. ഓക്കെ, കേൾക്കുന്നുണ്ട്. റെസ്പോൺസ് ഒന്നും ഇല്ല. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തിരിച്ചൊരു റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാഞ്ഞിട്ടാണോ? ക്ലിയർ ആണോ പറയുന്നത്? ആണോ? ഓക്കെ, ദെൻ റെസ്പോണ്ട് ചെയ്യാട്ടോ. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ തിരിച്ചൊരു വിഷയണ്ടേ? ഓക്കെ, ദെൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. അതില് 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഹോണസ്റ്റി ഇൻ ഡിസ്ക്ലോഷർ, ദെൻ ട്രീറ്റ്മെന്റ് കംപ്ലയൻസ്, ദെൻ ഇന്റൻഷൻ ഫോർ ഹെൽത്ത് പ്രൊമോഷൻ. 3 റെസ്പോൺസിബിലിറ്റി ആണ് ലാസ്റ്റ് വൺ പറഞ്ഞു നിർത്തിയത്. ആണോ? ഓർക്കുന്നുണ്ടോ ക്ലാസ്സിൽ മൺഡേ നമ്മൾ എടുത്തത്? ഓക്കെ, ആ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. 3 റെസ്പോൺസിബിലിറ്റി വായിച്ചു നോക്കുക. അങ്ങനെ നമുക്ക് കണ്ടിന്യൂഷൻ ആണ്. വായിച്ചു നോക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, വായിച്ചല്ലോ. ഇനി 4ാമത്തെ റെസ്പോൺസിബിലിറ്റി ആണ് ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റി. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സുതാര്യമായിട്ടുള്ളത്. അതുപോലെ ഹോണസ്റ്റി, സത്യസന്ധരായിരിക്കുക. I will make sincere effort to understand my therapies, which include the medicine prescribed and their associated adverse effects and other compliance for effective treatment outcomes. അപ്പോ ഐ വിൽ മേക്ക്, ഇതെല്ലാം പേഷ്യന്റ് പറയുന്നതാണ് കേട്ടോ. ഞാൻ ചെയ്യും, ഇതിന്റെ ഡ്യൂട്ടി ആണ് എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ഐ വിൽ മേക്ക് എ സിൻസിയർ എഫേർട്ട് ടു അണ്ടർസ്റ്റാൻഡ് മൈ തെറാപ്പീസ് വിച്ച് ഇൻക്ലൂഡ്, അല്ലെ ഞാൻ എന്താണ് എന്റെ ചികിത്സ, എന്റെ തെറാപ്പി, എന്റെ ചികിത്സയിൽ, എന്റെ ട്രീറ്റ്മെന്റിന് ഞാൻ സിൻസിയർ ആയിട്ട് ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ്, അതിൽ എന്തൊക്കെയാണ്? മെഡിസിൻ പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ദെയർ അസോസിയേറ്റ് അഡ്വേഴ്സ് ഇഫക്റ്റ് ആൻഡ് അതർ കംപ്ലിയൻസ് ഫോർ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഔട്ട്കംസ്. അല്ലെ, അതായത് ഞാൻ എനിക്ക് തരുന്ന ചികിത്സയിൽ ഞാൻ എന്റെ എഫേർട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? എനിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള മെഡിസിൻസുകൾ, പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ, അല്ലെ, ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മെഡിസിൻസുകൾ കൃത്യമായി ചെയ്യാനും അതുമൂലമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള അഡ്വേഴ്സ് ഇഫക്റ്റ്, അതായത് മെഡിസിൻ കഴിച്ചാൽ അല്ലെ നമുക്ക് രോഗം ഭേദമാകും അല്ലെ. സോ ആ ഒരു അതുമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള മറ്റ് എനിക്ക് കിട്ടുന്ന ചികിത്സാ ഫലങ്ങളെയും, ട്രീറ്റ്മെന്റ് ഔട്ട്കംസ്, ഞാൻ മെഡിസിൻ കഴിക്കുമ്പോൾ എനിക്ക് എന്താണ് അസുഖം മാറും അല്ലെ. സോ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം ഡോക്ടർ എഴുതിയിട്ടുള്ള മെഡിസിൻസുകൾ ഞാൻ കൃത്യമായും കഴിക്കാനും അതുപോലെ തന്നെ എന്താണ് ഈ ഔട്ട്കംസ് ഞാൻ മനസ്സിലാക്കാനും ശ്രമിക്കും. Then I will not ask for corrections, bills and false certificates and or advocate forcefully by unlawful means to provide me with one. എന്താണ് പറയുന്നത്? അതായത് എന്താണ്? I will not ask for surreptitious bills. Surreptitious bills എന്ന് വെച്ചാൽ എന്താണ്? അതായത് തെറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ രഹസ്യ ബില്ല് എന്നൊക്കെ പറയില്ലേ, തെറ്റായിട്ടുള്ള രീതിയിൽ, ശരിയായിട്ടുള്ള രീതിയിലല്ല, തെറ്റായിട്ടുള്ള ഒരു ബില്ലും കാര്യങ്ങളും അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ചില ആളുകള്
ഡോക്ടേഴ്സിൽ നിന്നും ഡോക്ടേഴ്സിന് പൈസയൊക്കെ കൊടുത്തിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ്സ് അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കാന്നും പറയും. ഇല്ലേ, കേട്ടിട്ടുണ്ടോ? ഡോക്ടർമാർക്ക് പൈസ കൊടുത്തുകൊണ്ട് അവരിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കുന്നത്. സോ അങ്ങനെ ഒരു രീതിക്ക് സർട്ടിഫിക്കറ്റ്സ് ചോദിക്കുകയോ അല്ലെങ്കിൽ എന്താണ് തെറ്റായിട്ടുള്ള രീതിയിലുള്ള ബില്ലുകൾ ചോദിക്കുകയോ then എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള മാർഗത്തിലൂടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യില്ല. അതിനൊന്നും നിർബന്ധിക്കില്ല ഡോക്ടേഴ്സിനോട് തെറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ചോദിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ബില്ല് ചോദിക്കുകയോ ചെയ്യില്ല. If I am not happy, I will inform and discuss with my doctor. അല്ലേ? If I am not happy, ഞാൻ ഹാപ്പി അല്ല എങ്കിൽ, ഹാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചിലപ്പോ ആളുടെ എന്താ രോഗത്തെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആള് സാറ്റിസ്ഫൈഡ് അല്ല, ഹാപ്പി അല്ല എങ്കിൽ ഞാൻ എന്റെ ഡോക്ടറുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, പേഷ്യന്റ് ഹാപ്പി അല്ല എങ്കിൽ എന്റെ പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യും. I will report fraud and wrongdoing. ഇനി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഫ്രോഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൺമുമ്പിൽ കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ നമ്മളുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾക്ക് ചുറ്റും എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ മറ്റു പേഷ്യന്റിനായിട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ ചികിത്സ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കും. ഇത്രയുമാണ് ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റിയിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഓരോ പോയിന്റ്സും വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അണ്ടർലൈൻ ഒന്നും ചെയ്യണ്ട. മെയിൻ റെസ്പോൺസിബിലിറ്റിയിലെ മെയിൻ ആ പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഷെഡ്യൂൾ 6 നമ്മൾ എടുത്തുകൊണ്ടിരുന്ന പേഷ്യന്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. കണ്ടിന്യൂവേഷൻ തന്നെയാണ് എടുക്കുന്നത്. ഓരോ പോയിന്റ്സ് മനസ്സിലാക്കി വായിക്കാം കേട്ടോ. സ്ക്രീൻ കാണുന്നില്ല? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 4ാമത്തെ പോയിന്റ് ഒന്ന് ടെക്സ്റ്റിൽ ഒന്ന് വായിക്കാം. വായിച്ചുള്ളവരും കംപ്ലീറ്റ് ചെയ്ത 4ാമത്തെ പോയിന്റ് ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത റെസ്പോൺസിബിലിറ്റി ആണ് കണ്ടക്ട്. ഇനി എന്താണ് കണ്ടക്റ്റിൽ പറയുന്നത് നോക്കാം. I will be respecting the doctors and medical staff, caring and treating me. എന്നെ ട്രീറ്റ് ചെയ്യുന്ന കെയർ ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും മെഡിക്കൽ സ്റ്റാഫുകളെയും ഞാൻ റെസ്പെക്ട് ചെയ്യും. റെസ്പെക്ട് ചെയ്യാറുണ്ടോ നിങ്ങള്? ഡോക്ടേഴ്സിനെയും നമ്മളെ പരിചരിക്കുന്ന നഴ്സുമാരെയും മറ്റു മെഡിക്കൽ സ്റ്റാഫുകളെയും റെസ്പെക്ട് കൊടുക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങളോടാണ് ചോദിക്കുന്നത്. കൊടുക്കാറുണ്ടോ? ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് തരുന്ന നമ്മളെ പരിചരിക്കുന്നവർക്കും ഒക്കെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് നമുക്ക് റെസ്പെക്ട് കൊടുക്കാന്നുള്ളത്. ഓക്കെ, then I will abide by the hospital facility rules.
ഹോസ്പിറ്റലിലെ ആ ഒരു റൂൾസും റെഗുലേഷൻസും ഞാൻ പാലിക്കും. ഹോസ്പിറ്റലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞാനത് കൃത്യമായിട്ട് പാലിച്ചു വയ്ക്കും. Then I will be bear the agreed expenses and the treatment task that is explained to me in advance. Advance എന്നാണോ എന്ന് നോക്കാട്ടോ ടെക്സ്റ്റില്. അഡ്വാൻസ് എന്നാണോ കിടക്കുന്നത്? ചെക്ക് ചെയ്ത് എല്ലാവരും. അഡ്വാൻസ് എന്നാണോ? അല്ല, AD എന്ന് മാത്രം കൊടുത്തിട്ടുള്ളോ? ഓക്കെ, അത് അഡ്വാൻസ് എന്നാണേ. അവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എഴുതി വെച്ചോളൂ. അഡ്വാൻസ് എന്നാണേ. VANCE അഡ്വാൻസ്. ഓക്കെ, അതായത് എക്സ്പ്ലെയിൻ ടു മീ, അതായത് നമ്മൾ പേഷ്യൻസിനോട് ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസ് എത്രയാണെന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ ഇത്ര ദിവസം അഡ്മിറ്റ് ആകുമ്പോൾ ഏകദേശം ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മളോട് പറയും അല്ലെ, ഇപ്പൊ സർജറി ആണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യണമെങ്കിൽ ഇത്ര എമൗണ്ട് ഏകദേശം ആകും എന്നുള്ളത് എന്ത് ചെയ്യണം? അഡ്വാൻസ് ആയിട്ട് പേഷ്യൻസിനോട് പറയണം. ഓക്കെ, സോ നമ്മൾ നോക്കിയത് റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ മെയിൻ ആയിട്ടും പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റിയിൽ 5 റെസ്പോൺസിബിലിറ്റീസ് ആണ്. ആ 5 പേരുകൾ റെസ്പോൺസിബിലിറ്റിയിലെ മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ പഠിക്കുക. 5 പോയിന്റ്സുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 5 പോയിന്റ്സുകൾ ഓരോ പോയിന്റ്സിന്റെ ഉള്ളിലുള്ള നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. കുഴപ്പമില്ലല്ലോ. റെസ്പോൺസിബിലിറ്റി 5 എണ്ണം പഠിക്കാമല്ലോ. ബുദ്ധിമുട്ടുണ്ടോ 5 എണ്ണം പഠിക്കാനായിട്ട്? റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? എന്ത് ഇവിടെ ഒരു അനക്കില്ലല്ലോ, ഒരു റെസ്പോൺസും ഇല്ലല്ലോ. ക്ലാസ്സിൽ ഇല്ല എല്ലാവരും? ക്ലാസ്സിലുണ്ട് എല്ലാവരും? അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് വെച്ചിട്ട് ഇനി ഉറങ്ങിയാണോ കുറച്ച് പേര്? ഇല്ല, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. യെസ് ഓർ നോയോ, അല്ലെങ്കിൽ അത് തപ്പ് ചെയ്യാ, എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഭയങ്കര എന്താ പറയാ ഡൗൺ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനും ഒരു സപ്പോർട്ടിങ് നിങ്ങളല്ലേ തരേണ്ടത്. ഓക്കെ, പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. അപ്പൊ 5 റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്. Honesty in disclosure, treatment compliance, intent for health promotion, transparency and honesty and conduct. 5 റെസ്പോൺസിബിലിറ്റി ആണ്. ജസ്റ്റ് ഒന്ന് പേരൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കുക. 5 റെസ്പോൺസിബിലിറ്റീസ് മാത്രം, ആ പേരുകൾ മാത്രം ഒരു 3 ടൈംസ് ഒന്ന് വായിച്ചു നോക്കുക. പഠിക്കാൻ വേണ്ടിയിട്ടാണ് 3 ടൈംസ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. ഉള്ളിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ദെൻ മെയിൻ ആയിട്ടുള്ള 5 റെസ്പോൺസിബിലിറ്റി പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ടെക്സ്റ്റ് എടുക്കുന്നത് അടുത്തൊരു സെക്ഷൻ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊസീജിയർ കൺസെന്റ്. കൺസെന്റ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങള് കേട്ടിട്ടുണ്ടോ? കൺസെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കൺസെന്റ് ഫോം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. എന്തിനാണ് ഈ കൺസെന്റ് ഫോം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ കൺസെന്റ് ഫോം കൊടുക്കുന്നത് എപ്പോഴാണ്? എല്ലാ പേഷ്യന്റിനും കൺസെന്റ് ഫോം കൊടുക്കോ? നമ്മൾ എന്താ സുഖമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൺസെന്റ് ഉണ്ടോ? സമ്മതപത്രം. ഓക്കെ, ഇനി ഈ കൺസെന്റ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ കൺസെന്റ് കൊടുക്കുന്നത്? സർജറിയും അതുപോലെയുള്ള മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് കൺസെന്റ് കൊടുക്കുന്നത്. ഇനി ഈ കൺസെന്റില് ആർക്കാ കൺസെന്റ് ഫോം കൊടുക്കുന്നത്? കൺസെന്റ് ഫോം കൊടുക്കുന്നത് ആർക്കാണ്? ഡോക്ടർക്കാണോ? നഴ്സിനാണോ? ആർക്കാണ്? പേഷ്യൻസിന്റെ പേഷ്യൻസിന് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കൺസെന്റ് ഫോം കൊടുക്കുന്നത് അല്ലെ. ആ സർജറി ചെയ്യാനായിട്ട് സമ്മതമാണ്, ഞങ്ങൾക്ക് താല്പര്യ സമ്മതമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഒരു ഡോക്ടറിന്റെയോ ഹോസ്പിറ്റലിന്റെയോ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയോ ഇഷ്ടത്തിനല്ല ഒരു പേഷ്യന്റിന് സർജറി ചെയ്യുന്നത്, മറ്റു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നോക്കാം കേട്ടോ, കൺസെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യാം, നമുക്ക് അതനുസരിച്ചിട്ട് പഠിക്കാം. ഓക്കെ, then the element of consent is one of the critical issues in medical treatment. Okay, medical treatments ഒരു നിർണായകമായിട്ടുള്ള ഒരു വിഷയങ്ങളിൽ ഒന്നാണ് കൺസെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് എന്ത്? കൺസെന്റ് എന്ന് പറയുന്നത്. The element of consent is one of the critical issues in medical treatment. Then the patient has a legal right to autonomy and self-determination
enshrined within Article 21 of the Indian Constitution. Underline ചെയ്യാം Article 21. Underline ചെയ്യാം കേട്ടോ. Article 21. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് അല്ലെ? കുറച്ച് പേർക്കൊക്കെ അറിയാം അല്ലെ? അപ്പോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് ആർട്ടിക്കിൾ, ഓരോ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകളുണ്ട്. സോ ഇതിനകത്ത് ആർട്ടിക്കിൾ 21 എന്താണ് പേഷ്യൻസിന്റെ ലീഗൽ, അതായത് നമുക്ക് ഓരോ പേഷ്യൻസിന്റെയും സ്വയം ഭരണത്തിനും അവനുള്ള സ്വയം നിർണയത്തിനും, അതായത് ഇതുപോലെ കൺസെന്റിന്റെയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ 21 പറയുന്നത്. ഓരോ പേഷ്യൻസിനും അവര് എന്താണ് സ്വയം ഭരണത്തിനും, അതായത് അവന്റെ ഇപ്പൊ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ അറിയാനും മറ്റുള്ള അവകാശം ഉണ്ട് എന്ന് ആർട്ടിക്കിൾ 21 പറയുന്നു. ഇനി ആർട്ടിക്കിൾ 21 തന്നെ എ എന്നുള്ളൊരു ഭാഗമുണ്ട്. അറിയാമോ ആർക്കെങ്കിലും ഏതാണെന്ന്? ആർട്ടിക്കിൾ 21 ആണ് ഇങ്ങനെയുള്ള ഒരു പേഷ്യൻസിന് സെൽഫ് ഡിറ്റർമിനേഷനും അതുപോലെ തന്നെ അവരുടെ ചികിത്സയെ കുറിച്ച് അറിയാനൊക്കെയുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21A, ഓരോ ആർട്ടിക്കിളും ഓരോ ആർട്ടിക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ അതിലെ ABC എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഉണ്ട്. ഇനി ആർട്ടിക്കിൾ 21A എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? സിസ്റ്ററിന്റെ ചെയ്ത് നോക്കാമോ? 21A പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പഠിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. ഇത് പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പൊ ആർട്ടിക്കിൾ 21 ഓർത്തിരിക്കുക. ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചിലപ്പോൾ ചോദിക്കാം. പേഷ്യൻസിന്റെ റൈറ്റ് പറയുന്നത് ഏത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിലെ ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിക്കാം. അപ്പൊ അണ്ടർലൈൻ ചെയ്തല്ലോ? ചെയ്ത് അണ്ടർലൈൻ ആർട്ടിക്കിൾ 21. ഓക്കെ. Then has can refuse treatment refuse treatment except in an emergency situation where the doctor need not get consent for the treatment. ഇതോടെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, കാരണം കുറച്ച് എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകളല്ല വന്നിരിക്കുന്നത്. കുറച്ച് വളച്ചൊടിച്ചിട്ടുള്ള സെന്റൻസ് ആണ്. വായിച്ചിട്ട് അതിന് ഞാൻ അതിന്റെ മീനിങ് സിമ്പിൾ ആക്കി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നോക്കാം. Has can refuse treatment except in an emergency situation where the doctor need not get consent for treatment. അതായത് ഇവിടെ പറയുന്നത് എമർജൻസി സിറ്റുവേഷൻസ് ഒഴികെ, അതായത് എമർജൻസി സിറ്റുവേഷൻസ് ഒഴികെ ഡോക്ടറിന്റെ സമ്മതം, അതായത് കൺസെന്റ് ഒന്നും ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾക്ക് പേഷ്യന്റിന് ചികിത്സ നിരസിക്കാനായിട്ടുള്ള അവകാശമുണ്ടെന്ന്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കൺസെന്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കും. അല്ല, നമ്മൾ എമർജൻസി ഒന്നുമില്ല, കൺസെന്റ് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ആ പേഷ്യന്റിന് ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ തുടരാനായിട്ട് താല്പര്യമില്ല, മറ്റു ഹോസ്പിറ്റലിലോട്ട് മാറണം എന്ന് പേഷ്യന്റിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ ആ ട്രീറ്റ്മെന്റ് നിരസിക്കാനായിട്ടുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. ഇപ്പൊ ചില ആളുകള് അവർക്ക് ആ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, അപ്പൊ അവരെന്ത് ചെയ്യും? ട്രാൻസ്ഫർ വാങ്ങിച്ച് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകും. ഇപ്പൊ വേറെ എങ്ങനെ ചിലപ്പോൾ അവിടെ അതിനുള്ള അവരുദ്ദേശിക്കുന്നത് പോലുള്ള നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സേവനങ്ങളൊന്നും അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അവിടെ അവരുടെ നിർദ്ദേശപ്രകാരം പോകാമെന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറാം. Then the consent obtained should be legally valid. ഇനി കൺസെന്റ് എന്ന് പറയുന്നത് ലീഗൽ ആയിട്ട് വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. A doctor who treats without valid consent to be liable under the tort and criminal laws. ഇനി ഡോക്ടേഴ്സ് വിതൗട്ട് വാലിഡ് കണ്ടന്റ് വിൽ ബി ലയബിൾ. അതായത് ഒരു കൺസെന്റ് ഇല്ലാതെ, വാലിഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ കൺസെന്റ് ഇല്ലാതെ പേഷ്യന്റിന് ഇതുപോലെ ഏതെങ്കിലും മേജർ സർജറിക്കോ മറ്റും വിധേയനാക്കിയിട്ടുണ്ടെങ്കിൽ അത് ടോർട്ടാണെന്ന്. ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർട്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എത്തിക്കൽ ആൻഡ് ലീഗൽ എടുത്തതല്ലേ? ടോർട്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ടോർട്ട് മീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് റോങ്ഫുൾ ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്രിമിനൽ ലോസിന് ബാധകമാണെന്ന്. അതിപ്പോ കൺസെന്റ് ഇല്ലാതെ പേഷ്യൻസിന് അങ്ങനെ എന്തെങ്കിലും സർജറിയോ മറ്റു പ്രൊസീജിയറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്രിമിനൽ ലോയ്ക്ക് നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നതാണ്. Then the presumed doctor to be in a dominating position, hence the consent should be obtained after providing the necessary information. ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് പൊസിഷൻ ആണെന്ന്, അതായത് ഒരു ആധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം മാത്രമേ ഡോക്ടർ എന്ത് ചെയ്യണം? കൺസെന്റ് വാങ്ങിച്ച്, കൺസെന്റ് ഒക്കെ സൈൻ ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മറ്റു സർജറി പ്രൊസീജിയേഴ്സ് ഒരു ഡോക്ടർ
സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ്, ടോർട്ടാണ് അല്ലെങ്കിൽ ക്രിമിനൽ ലോ ആണെന്ന്. ഇങ്ങനെ വലിയ പ്രൊസീജിയേഴ്സ് ഒക്കെ പേഷ്യന്റിന്റെയോ റിലേറ്റീവ്സിന്റെയോ സമ്മതമില്ലാതെ സർജറി നടത്തുന്നത് ക്രിമിനൽ ലോയ്ക്ക് തുല്യമാണ്. Then the medical practice itself determines the need for written consent. Medical practice കൺസെന്റിന്റെ ആവശ്യകതയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. Ideally, where the patient is subjected to anesthesia, either local or regional. അതായത് ഇപ്പോ പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുമ്പോഴോ where patient is subjected to severe pain, അതായത് ഇതുപോലെ എന്തെങ്കിലും ഭയങ്കര വേദനയൊക്കെ അനുഭവിക്കുമ്പോൾ അതുപോലെ സർജറിക്കൊക്കെയോ during administration of a treatment, written consent would be helpful. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോ പേഷ്യന്റ് ഒരുപാട് വേദന അനുഭവിക്കുന്നു, അപ്പൊ എന്തെങ്കിലും സജഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സർജറിക്ക് വിധേയരാക്കാനോ അനസ്തീഷ്യ കൊടുക്കുമ്പോഴും മറ്റും നമ്മുടെ ഒരു കൺസെന്റ് ആവശ്യമാണ്. There is no obligation that a doctor should always obtain written consent and failure of which would hold him liable. അപ്പോ ഇവിടെ പറയുന്നത് there is no obligation a doctor should always obtain എമർജൻസി കണ്ടീഷനിൽ ആവശ്യമാണ്. എമർജൻസി കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് സർജറിയിൽ വലിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമല്ലോ, അനസ്തേഷ്യ കൊടുക്കുക അതുപോലെയുള്ള മേജർ സർജറികൾ ചെയ്യുമ്പോൾ കൺസെന്റ് ആവശ്യമാണ്. ഇപ്പൊ ആക്സിഡന്റ് കേസുകളാണെങ്കിലും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കേസുകൾ, കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസുകൾക്കൊക്കെയാണ് നമ്മൾ കൂടുതലും കൺസെന്റ് കൊടുക്കുന്നത്. സർജറി കേസുകൾക്കും അനസ്തേഷ്യ കൊടുക്കുന്ന കേസുകൾക്കും കൺസെന്റ് ആവശ്യമാണ്. Then there is no obligation that they can always obtain. ഇനി എല്ലായ്പ്പോഴും റിട്ടേൺ ആയിട്ടുള്ള ഒരു കൺസെന്റ് ആവശ്യമില്ലാന്ന്, ചെറിയ കേസുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ റിട്ടേൺ കൺസെന്റിന്റെ ആവശ്യമില്ലാന്ന്. Then failure of which would hold him liable. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ കൺസെന്റ് ഇല്ലാതെ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താൽ ചിലപ്പോൾ അത് സക്സസ് ആയില്ല എങ്കിൽ നമുക്ക് എന്താണ് ഡോക്ടർ അതിൽ ബാധ്യസ്ഥനാകുന്നത്. കാരണം എന്താണ്, കൺസെന്റ് ഇല്ലാതെ ഡോക്ടർ അത് സർജറിയോ മറ്റു പ്രൊസീജിയർ ചെയ്തു, ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല അല്ലെ, ചില സർജറിയൊക്കെ സക്സസ് ആവണമെന്നില്ല. അപ്പോ ഒരു കൺസെന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം കൺസെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ മേ ബി സർജറി സക്സസ് ആവണമെന്നില്ല എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മള് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഇഷ്ടപ്രകാരം അവരതിൽ സൈൻ ചെയ്തുകൊണ്ടാണ് സർജറി ചെയ്തത്. ഇനി എന്തെങ്കിലും സിറ്റുവേഷനിൽ അത് സക്സസ് ആയില്ല എങ്കിൽ കൺസെന്റ് ഇല്ലാതെ ഡോക്ടർ സർജറി ചെയ്തു, അത് സക്സസ് ആയില്ല, പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും എന്താ പറയാ പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്, ഡോക്ടർക്കായിരിക്കും. ഓക്കെ, അത് ഡോക്ടറാണ് അതിന്റെ ഹോൾഡ് ഹിം ലിയബിൾ, അതിന്റെ ബാധ്യസ്ഥത ആർക്കാണ്, ഡോക്ടർക്കായിരിക്കും. However, if there is a written consent, the medical practitioner would have greater ease in providing consent. അതുകൊണ്ടാണ് ഡോക്ടറിന് ഈ കൺസെന്റിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. To standardize the practice, the Medical Council of India, underline ചെയ്യാ MCI, Medical Council of India, underline ചെയ്യാട്ടോ, Medical Council of India, has laid down guidelines that are issued as a regulation in which consent is required to be taken in a writing before performing an operation. അതുകൊണ്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കൺസെന്റിനെ കുറിച്ച് കുറച്ച് ഗൈഡ് ലൈൻസുകൾ പറയുന്നുണ്ട്. ഈ ഗൈഡ് ലൈൻസിൽ പ്രധാനമായിട്ട് പറയുന്നത് പെർഫോമിംഗ് ആൻ ഓപ്പറേഷൻ, പേഷ്യന്റിന് ഒരു ഓപ്പറേഷന് വിധേയനാക്കുന്നുവെങ്കിൽ കൺസെന്റ് അവിടെ ആവശ്യമാണ്. ദെൻ മറ്റ് എപ്പോഴൊക്കെയാണ് കൺസെന്റ് എങ്ങനെയൊക്കെയാണ് വേണ്ടത് അതിനെ കുറിച്ചിട്ട് MCI ഒരു കുറച്ച് ഗൈഡ് ലൈൻസുകൾ പറയുന്നുണ്ട്. ഒരു 3 ഗൈഡ് ലൈൻ പറയുന്നുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. The MCI guidelines are applicable to operations and do not cover other treatments. For other treatments, the following may not be noted as general guidelines. അപ്പോ MCI പറയുന്ന ഗൈഡ് ലൈൻസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേഷൻ ആണെങ്കിൽ കൺസെന്റ് ആവശ്യമാണെന്നാണ് MCI പറയുന്നത്. മറ്റ് ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ നോക്കാം. For routine types of treatment, implied consent would suffice. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, റൊട്ടീൻ ടൈപ്സ് ട്രീറ്റ്മെന്റ്, അതായത് നോർമൽ ആയിട്ടുള്ള റൊട്ടീൻ ആയിട്ടുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് റിട്ടേൺ ആയിട്ടുള്ള ഒരു കൺസെന്റിന്റെ ആവശ്യമില്ലാതെ ഇംപ്ലോയിഡ് കൺസെന്റ്, ഇംപ്ലോയിഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൺസെന്റ്,
നമ്മളിങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുമല്ലോ. വലിയ വലിയ സർജറി കേസുകളൊന്നുമല്ല, അതിന് റിട്ടേൺ ആയിട്ടുള്ളതൊന്നും വേണ്ട, അത് മതിയാകും. Then for detailed type of treatment, ideally expressed oral consent may be needed. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ചെറിയ രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണെങ്കിൽ ഓറൽ കൺസെന്റ് വേണമെന്ന്. അതായത് ഡോക്ടർ ഓറൽ ആയിട്ട് പറയാം പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോടും നമ്മളിങ്ങനെ ചെയ്യാൻ പോവുകയാണ്, ചിലപ്പോൾ അതിന് സൈഡ് എഫക്ട്സുകൾ വന്നേക്കാം, റിട്ടേൺ ഒന്നും വേണ്ട, ഓറൽ ആയിട്ട് പറയാം. ദെൻ അപ്പോൾ റിലേറ്റീവ്സിന്റെ ആവശ്യമെങ്കിൽ സമ്മതപ്രകാരം മാത്രമായിരിക്കും ബാക്കി ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്, റിട്ടേൺ അല്ല, ഓറൽ ആയിട്ട് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ഫോർ കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, കോംപ്ലക്സ് ആയിട്ടുള്ളത്, അതായത് ഇതുപോലെ സർജറി ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ റിട്ടേൺ എക്സ്പ്രസ് കൺസെന്റ് ഈസ് റിക്വയർഡ്. ഇപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള ടൈപ്പ് ട്രീറ്റ്മെന്റ്സിനാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ ആയിട്ടുള്ള കൺസെന്റ് ആവശ്യമാണ്. ഓക്കെ, ഇത്രയുമാണ് കൺസെന്റ് എന്നതിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ എന്താണ് ഹോസ്പിറ്റലിൽ കൺസെന്റ് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? കൺസെന്റ് എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ്? ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും അതുകൊണ്ട് വളരെ ഹെൽപ്പാണ് അല്ലെ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ആ ഫസ്റ്റ് സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എലമെന്റ് ഓഫ് കൺസെന്റ്. കൺസെന്റ് ഈസ് വൺ ഓഫ് ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഇൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അവിടെ തുടങ്ങി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കൺസെന്റ് ഈസ് വൺ ഓഫ് ദി ക്രിട്ടിക്കൽ issues in medical treatment. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, മനസ്സിലാക്കി വായിക്കാം. സിനി ഏതാണ് ചോദിച്ചത്? MCAയുടെ മുന്നുള്ളതാണോ? MCAക്ക് മുന്നുള്ളതാണോ ചോദിക്കുന്നത്? ആർട്ടിക്കിൾ കഴിഞ്ഞിട്ടുള്ളത് അല്ലെ? ആർട്ടിക്കിൾ കഴിഞ്ഞിട്ടുള്ളത് പറയുന്നത് he can refuse treatment, അതാണോ? he can refuse treatment except in an emergency situation where the doctor need to consent for the treatment. ഓക്കെ, അതായത് അവിടെ പറയുന്നത് ഇപ്പോ എമർജൻസി ഒഴികെയുള്ള, അതായത് എമർജൻസി കേസുകൾക്ക് നമുക്ക് കൺസെന്റ് ആവശ്യമാണല്ലോ. അപ്പോൾ ഈ കൺസെന്റ് ഇല്ലാതെ വരുന്ന ട്രീറ്റ്മെന്റുകൾ, ചെറിയ ചെറിയ ട്രീറ്റ്മെന്റുകളൊക്കെ ആണ് എങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ തുടരാനായിട്ട് ചിലപ്പോൾ പേഷ്യന്റിന് താല്പര്യം ഉണ്ടാവില്ല. മറ്റൊരു ഹോസ്പിറ്റൽ ആയിരിക്കും അവർക്ക് താല്പര്യം. ചിലപ്പോൾ അവിടുത്തെ എന്താണ്, ചിലപ്പോൾ വലിയ ഡെവലപ്പിംഗ് കെയറും സർവീസസ് ഒന്നും ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എമർജൻസി കേസ് അല്ല എങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് റെഫ്യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം പേഷ്യന്റിന് ഉണ്ട്. നമുക്ക് സ്വയം എനിക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ വേണം എന്ന് പറയാനായിട്ടുള്ള അധികാരം പേഷ്യന്റിന് ഉണ്ട്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. റെഫ്യൂസ് ചെയ്യാതെ നിരസിക്കാനായിട്ട് പറ്റുള്ളൂ പേഷ്യന്റിന്. ഓക്കെ, എന്താ പറഞ്ഞത് സെന്റൻസ് ചിലപ്പോ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകില്ല. കുറച്ച് എന്താ പറയാ, നിങ്ങൾക്ക് വായിച്ചപ്പോ തന്നെ മനസ്സിലാകില്ലേ, കുറച്ച് വായിച്ചൊടിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാര്യങ്ങള്.
അത് ഒന്ന് നമുക്ക് സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ അത് ഓരോ വരി വായിച്ച് പറയാനായിട്ട് ഇച്ചിരി നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലെ. കുഴപ്പമില്ല, മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ വായിച്ചതിന് സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഭാഗങ്ങൾ ഇച്ചിരി എന്താ പറയാ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അത് നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. പാടുന്നല്ല, കുറച്ച് നമുക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് വായിച്ചാൽ അത് പെട്ടെന്ന് അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാത്ത വായിച്ച് കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? കൺസെന്റ് എന്താണ്? ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാലോ. ഗൈഡ് ലൈൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അവിടെ അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കോംപ്ലക്സിന് മാത്രമാണ് നമ്മൾ എന്താ റിട്ടേൺ കൺസെന്റ് ഉപയോഗിക്കുന്നത്. ദെൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതിനാണെങ്കിൽ ഓറൽ കൺസെന്റ് ആയിരിക്കും. ദെൻ പ്രോട്ടീൻ ലൈഫിനാണെങ്കിൽ ഇംപ്ലൈഡ്. ജസ്റ്റ് ഒന്ന് കൺസെന്റിനെ കുറിച്ച് സൂചിപ്പിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വാട്ട് ഈസ് ഇൻഫോംഡ് കൺസെന്റ് ഇൻ മെഡിസിൻ? മെഡിക്കലില് അല്ലെങ്കിൽ മെഡിസിൻസില് എന്താണ് ഇൻഫോംഡ് കൺസെന്റ് എന്നാണ് അടുത്തത് പറയുന്നത്. നോക്കാം, ഇൻഫോംഡ് കൺസെന്റ് തന്നെയാണ്. അതിന്റെ ഒരു ഇൻഫോംഡ് കൺസെന്റ് എന്താണ്? Informed consent means patients receive enough information to make an educated decision about their treatment. Underline ചെയ്യുക, അതുപോലെ തന്നെ കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്യുക സെന്റൻസ്. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത് patient receive enough information to make an educated decision about their treatment. രോഗികൾക്ക് പേഷ്യൻസിന് അവരുടെ ചികിത്സയെ കുറിച്ചിട്ട് ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു, വിവരങ്ങൾ സ്വീകരിക്കുന്നു. അതായത് നമ്മൾ കൺസെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പേഷ്യൻസിനോട് നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പൊ പേഷ്യൻസ് അറിഞ്ഞുകൊണ്ട് പേഷ്യൻസിന് ആവശ്യമെങ്കിൽ കൺസെന്റിൽ സൈൻ ചെയ്യാം, അല്ല എങ്കിൽ സൈൻ ചെയ്യണ്ട. എല്ലാ കാര്യങ്ങളും പേഷ്യൻസിനോട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ദെൻ അതിനുശേഷം പേഷ്യന്റിന് തീരുമാനമെടുക്കാം. പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ആയിരിക്കും. This may means a physician explains the possible side effects, risks and benefits of a course of treatment, or informs a patient of what other treatments may be available. കണ്ടോ, ഇവിടെ പറയുന്നത് എന്താണ്? ഫിസിഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇതിന്റെ സൈഡ് ഇഫക്ട്സുകൾ. ചിലപ്പോൾ നമ്മൾ ഇപ്പോ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, ബെനഫിറ്റ് എന്തൊക്കെയാണ്, സൈഡ് ഇഫക്ട്സ് ഉണ്ടോ, ദെൻ മറ്റു ട്രീറ്റ്മെന്റ്സ് വേറെ രീതിയിൽ ഇപ്പോ സർജറി ചെയ്യാതെ തന്നെ മറ്റു രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫിസിഷ്യൻ പേഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ പേഷ്യന്റിന് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. എല്ലാ കാര്യങ്ങളും പറയാണ്, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകും അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ഉണ്ട്, പക്ഷെ ബെനഫിറ്റ്സിന് പുറമെ ചിലപ്പോൾ എന്താണ് സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് സർജറിക്ക് പകരം മറ്റേതെങ്കിലും ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് പ്രയോഗിക്കാം അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. It can mean patient are given enough time. പേഷ്യന്റിന് ആലോചിക്കാൻ സമയമുണ്ട്. If possible to consider their option and seek a second option.
അപ്പോ പേഷ്യന്റിന് ഏത് ഇത് തിരഞ്ഞെടുക്കണം അല്ലെ, ഏത് ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. സോ അതിൽ നിന്നും ഏത് വേണം എന്ന് ചിന്തിക്കാനായിട്ടുള്ള ടൈം ഉണ്ട്. പേഷ്യന്റിന് സ്വയം തീരുമാനമെടുക്കാം. then seek a second option. വേണമെങ്കിൽ പേഷ്യന്റിന് ഒരു സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. സെക്കൻഡ് ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ എന്താണ്, വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ, ഇവിടെ ആണ് എന്താ പറയാ ഡെവലപ്മെന്റ് ഇല്ല അല്ലെങ്കിൽ എന്താ ഫെസിലിറ്റികൾ കുറവാണെന്നൊക്കെ തോന്നുകയാണ് എങ്കിൽ എന്ത് വേണം, പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്യാനും സെക്കൻഡ് ഓപ്ഷൻ എടുക്കാനും അവന് അവകാശമുണ്ട്. then if appropriate, informed consent can also mean patients are informed if treatment is recommended as well as what might happen if they get no treatment. പേഷ്യന്റ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത് പേഷ്യന്റിന് അവന്റെ ചികിത്സകളെ കുറിച്ചുള്ള റെക്കമെൻഡ്സ് ശുപാർശകളൊക്കെ എടുക്കാനും അതുപോലെ തന്നെ ഏതാ ദേ ഗെറ്റ് നോ ട്രീറ്റ്മെന്റ്, ഇനി ട്രീറ്റ്മെന്റ് എടുത്താലും എടുത്തില്ലെങ്കിലും എന്ത് സംഭവിക്കും, അപ്പൊ നല്ലതായിട്ട് ഗുഡായിട്ട് എന്ത് സംഭവിക്കാം, ബാഡ് ആയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് എന്ത് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. സോ പേഷ്യന്റിന് സ്വയം തീരുമാനിക്കാം എന്ത് വേണം, അല്ലെങ്കിൽ ഇവിടെ തുടരണമോ, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ സർജറി ചെയ്യണമോ, സൈഡ് എഫക്ട്സ് ഉണ്ടാകും, ഞാൻ റിസ്ക് ഏറ്റെടുക്കണോ എന്നുള്ള കാര്യങ്ങൾ പേഷ്യന്റിന് സ്വയം തീരുമാനിക്കാം. ഓക്കെ, ഇതാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇൻഫോംഡ് കൺസെന്റ്? ക്ലിയർ ആണോ ഇൻഫോംഡ് കൺസെന്റ്? ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഇൻഫോംഡ് കൺസെന്റ് വായിക്കുക. ഓക്കെ ആണോ, വായിച്ചോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇൻഫോംഡ് കൺസെന്റ് ഇൻ ഹെൽത്ത് കെയർ? വീണ്ടും ഇൻഫോംഡ് കൺസെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹെൽത്ത് കെയറിൽ ഇൻഫോംഡ് കൺസെന്റിനെ കുറിച്ച് നോക്കാം. പേഷ്യന്റ് ഇൻഫോംഡ് കൺസെന്റ് മീൻസ് patients understand their risk, alternatives and possible benefits of any treatment they receive. Underline ചെയ്യാം. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് പേഷ്യന്റ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. എന്താണ്, പേഷ്യൻസിന് അവന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, ഓൾട്ടർനേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്, അവന് ലഭിക്കുന്ന സേവനങ്ങളും എന്തൊക്കെയാണ്, അതുപോലെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് അവന് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് പേഷ്യന്റ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. With informed consent, a patient can consent to the treatment that they understand. പേഷ്യന്റിന് അവന് എല്ലാ അറിവോട് കൂടിയിട്ട് കൺസെന്റിൽ അവന് സൈൻ ചെയ്യാൻ സാധിക്കും. Then this is important since even treatment which are meant to help a patient come with risk, and it is essential for patient to accept those risks when getting care. പേഷ്യൻസിന് ചിലപ്പോ പരിചരണം കൊടുക്കുമ്പോൾ അതിൽ റിസ്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ചിലപ്പോ എല്ലാം സക്സസ് ആവണമെന്നില്ല. ചിലപ്പോ ചില സർജറികൾ അത് റിസ്ക് ഉള്ള സർജറികളൊക്കെയാണ് എങ്കിലും ചിലപ്പോ എന്താണ് എന്തെങ്കിലും റിസ്കുകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതിനാൽ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. രോഗിയുടെ സമ്മതത്തോട് കൂടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ അപ്പോഴും നമ്മൾ എന്തെങ്കിലും റിസ്കുകൾ വന്നിട്ടുണ്ടെങ്കിലും പേഷ്യൻസിന്റെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ്, അല്ലാതെ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ നഴ്സസിന്റെയും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല ചെയ്യുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. വായിച്ചു നോക്കുക ഇൻഫോംഡ് കൺസെന്റ്.
Clear ആണോ? The next one, what is the purpose of informed consent? Informed consent purpose, അതിന്റെ ഉദ്ദേശം എന്താണ്? Informed consent has become the primary paradigm for protecting the legal rights of patients and guiding ethical practice of medicine. അപ്പോൾ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ എന്താണ് നിയമപരമായിട്ടുള്ള ഒരു അവകാശങ്ങളെ ഓക്കെ. ടെക്നിക്കൽ ഇഷ്യൂ ഒന്നാണ് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. നോക്കാം. What is the purpose of informed consent? Purpose നോക്കാം. So informed consent become primary paradigm for protecting the legal rights of patient and guiding the ethical practice of medicine. അതായത് രോഗികളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാനും അതുപോലെ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ എന്താണ് ആ ഒരു സമ്പ്രദായങ്ങളും മറ്റും നയിക്കുന്നതിനായിട്ടുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു നയങ്ങളാണ് എന്ത് കൺസെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പർപ്പസ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. അല്ലെ, നമുക്കിത് പല രീതിയിലും എന്താ പാരഡിഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു കോൺസെപ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ എടുക്കാന്ന് പറയില്ലേ, അത് നമുക്ക് സംരക്ഷണം നൽകുന്ന പ്രത്യേകിച്ച് പാരഡിഗം മലയാളത്തിൽ എന്താ പറയാ, പ്രോപ്പർ മലയാളം നമ്മളൊരു കൺസെപ്റ്റ് ആയിട്ടൊക്കെ എടുക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ രീതിയിൽ ചിന്തിക്കാട്ടോ. പ്രോപ്പർ എനിക്ക് മലയാളം പെട്ടെന്ന് ഡിഫറെന്റ് പർപ്പസ് ഓഫ്, അപ്പൊ പല കാര്യങ്ങൾക്കും നമുക്ക് കൺസെന്റ് ഉപയോഗിക്കാവുന്ന പല സിറ്റുവേഷൻസിലും പല നമുക്ക് എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാം. ലീഗൽ, എത്തിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ്, മൂന്ന് രീതികളിലും ഒരു മോഡൽ പോലെ. യെസ്, മോഡൽ പോലെ വേണമെങ്കിൽ പറയാം കേട്ടോ. പ്രോപ്പർ മലയാളം പെട്ടെന്ന് ചോദിച്ചപ്പോൾ പാരഡിഗം നമ്മളെപ്പോഴും കോമൺ ആയിട്ട് പറയുന്നതാണല്ലോ.
അപ്പൊ ലീഗൽ ആയിട്ടും നിയമപരമായിട്ടും അതുപോലെ എത്തിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടും ലീഗൽ ആയിട്ടും അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കൺസെന്റ് ഉപയോഗിക്കാവുന്നതാണ്. Although these purposes overlap, they are not identical, thus leaving different standards and criteria for what constitutes adequate informed consent. അതായത് ഒരു പര്യാപ്തമായിട്ടുള്ള adequate informed consent, എല്ലാ അറിവുകളും കാര്യങ്ങളും ഉള്ളതാണ് ഒരു കൺസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അത് നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഈ കൺസെന്റ് നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ എത്തിക്കൽ ആയിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കാം. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരു കൺസെന്റ് ഉപയോഗപ്പെടുത്താം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചെല്ലാവരും പർപ്പസ് ഓഫ് ഇൻഫോംഡ് കൺസെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ പറഞ്ഞു ലീഗൽ പരമായിട്ടും എത്തിക്കലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും നമുക്ക് കൺസെന്റിനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. ഇനി ജസ്റ്റ് ലീഗൽ, എത്തിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഈ മൂന്ന് രീതിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. ശേഷം വീണ്ടും ലീഗലായിട്ട് നമ്മൾ കൺസെന്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ എത്തിക്കലായിട്ട് ധാർമ്മികപരമായിട്ട്, അതുപോലെ ഭരണപരമായിട്ട് കൺസെന്റിന്റെ ഉപയോഗം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വായിക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് താഴെ പറയുന്നത്. അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലോ ചാർട്ട് വായിക്കാം. ചെറിയ അക്ഷരമാണ്, വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ടെക്സ്റ്റില് കുഴപ്പമില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കാലോ. ഓക്കെ, ലീഗൽ എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ഫ്രം അസൾട്ട്, ദെൻ പ്രിവെന്റിങ് അൺവാണ്ടഡ് പ്രൊസീജിയേഴ്സ്, അല്ലെ? നിയമപരമായിട്ട് നമുക്ക് ആക്രമണങ്ങളിൽ നിന്നൊക്കെ ലീഗലായിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ അൺവാണ്ടഡ് പ്രൊസീജിയേഴ്സ്, അല്ലെ? നമ്മുടെ അനുവാദമില്ലാതെ ചെയ്യുന്ന മറ്റു പ്രൊസീജിയേഴ്സുകൾ. എത്തിക്കല് ധാർമ്മികപരമായിട്ട് പ്രൊട്ടക്ട് ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ്. എത്തിക്കല് നമുക്ക് തന്നെ തീരുമാനങ്ങളൊക്കെ സ്വന്തമായിട്ട് എടുക്കണം. പിന്നെ എന്താണ്? സപ്പോർട്ട് പേഷ്യന്റ് ഡിഫൈൻഡ് ഗോൾസ്, പേഷ്യൻസിന്റെ ലക്ഷ്യങ്ങള്, പേഷ്യൻസിന്റെ ഗോൾസിനെ സപ്പോർട്ട് ചെയ്യാം. ഇനി അഡ്മിനിസ്ട്രേറ്റീവ്ലി പറയുന്നത് document that the parties were involved in the informed consent process. അതായത് നമ്മൾ പേഷ്യൻസിനെ കൂടി ഇൻഫോംഡ് കൺസെന്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പൻസ് ആക്കാണ്, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. Then provide efficient safeguards to ensure nominal fulfillment of ethical and legal requirements. Ethical and legal ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, ആവശ്യകതകളും പറഞ്ഞു കൊടുക്കുകയാണ് കൺസെന്റിന്റെ. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നായിട്ടാണ് പറയാൻ പോകുന്നത്. ലീഗൽ ആയിട്ടുള്ള കൺസെന്റിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിയമപരമായിട്ട് കൺസെന്റിന് ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ എത്തിക്കൽ ആയിട്ടുള്ള പർപ്പസ് എന്തൊക്കെയാണ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ളത്. അപ്പൊ മൂന്നും കുറച്ച് കൂടുതലുണ്ട്. ദെൻ ഇതുപോലെ എന്താ ഒറ്റയടിക്ക് നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്ന സെന്റൻസുകളല്ല. സോ ഇത് വായിച്ചിട്ട് സിമ്പിൾ ആക്കി നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടും പഠിച്ചു പോകാം. ഓക്കെ, കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് ഇച്ചിരി എന്താ പറയാ
ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഓരോ ആസ്പെക്റ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇപ്പൊ ചിലപ്പോ ഡയറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകളല്ല, കുറച്ച് വളച്ചൊടിച്ച് എന്താ പറയാ ഒരു കണക്റ്റഡ് അല്ലാത്ത രീതിയിലാണ് ചില സെന്റൻസുകൾ അങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കതിനെ എളുപ്പമായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിലൂടെ അത് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലീഗൽ, എത്തിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് താഴേക്ക് നമുക്ക് ഇനി പറയാൻ പോകുന്നത്. വായിച്ചു എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്കിനി ലീഗൽ നോക്കാം. ലീഗൽ എന്ന് പറഞ്ഞാൽ അറിയാം നിയമപരമായിട്ടുള്ള വശങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു പേഷ്യന്റിന് ഇതുപോലെ സർജറിയും മറ്റും ചെയ്യണമെങ്കിൽ നമ്മൾ കൺസെന്റ് കൊടുക്കുന്നു അല്ലെ. കൺസെന്റ് എഴുതി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഇനി ഈ കൺസെന്റിന് നിയമപരമായിട്ട് എന്തെങ്കിലും നിയമപരമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ ആലോചിച്ച് നോക്കി. ഈ കൺസെന്റ് നമ്മൾ എഴുതി കൊടുത്ത് ഉണ്ട്. ഓക്കെ, അശ്വതി പറഞ്ഞിട്ടുണ്ടെന്ന്. എന്താണ് അശ്വതി അതിന്റെ എന്തെങ്കിലും കണക്ഷൻ? എല്ലാവരോടും കൂടിയിട്ടാണ് കേട്ടോ, അശ്വതിനോട് മാത്രമുള്ള അശ്വതി തമ്പ് ചെയ്തൊന്ന് ചോദിച്ചാണേ. ഓക്കെ, ഇനി ലീഗൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയമപരമായിട്ട്? പറഞ്ഞോളൂ, നിങ്ങളുടെ നിങ്ങളുടെ ഐഡിയകൾ പറഞ്ഞു. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാല് ലീഗലായിട്ട് പോകാം. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസെന്റ് ഇല്ലാതെ, ഇപ്പോ പേഷ്യന്റിന്റെ സമ്മതം ഇല്ലാതെ ഇതുപോലെ അവിടെ ഡോക്ടേഴ്സ് എന്തെങ്കിലും സർജറി ചെയ്തു, എന്തെങ്കിലും ഫിസിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ലീഗലായിട്ട് മുന്നോട്ട് പോകാം അല്ലെ. പേഷ്യൻസിന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ കൺസെന്റ് ഇല്ലാതെയാണ് ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ സർജറി ടൈമിൽ എന്തെങ്കിലും ഫോൾട്ട് ഒക്കെ സംഭവിക്കുമ്പോഴും കൺസെന്റ് ഇല്ലാതെയാണ് അവർ ചെയ്തതെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ടൊക്കെ പോകാം. കോടതിയിൽ പോയിട്ട് നമുക്ക് കേസ് വാദിക്കാനൊക്കെ നമുക്ക് സാധിക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെയാണ്? വേറൊന്നുമില്ല. നിയമപരമായിട്ട് എന്തൊക്കെയാണ്? പണ്ട് കാലങ്ങളിൽ ഇതുപോലെയുള്ള ഒരു നിയമങ്ങളും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്, പണ്ടത്തെ കാലത്ത്. പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള കുറെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള പുതിയ പുതിയ ആർട്ടിക്കിളുകളും അതുപോലെ നിയമങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് നിയമത്തിന് മുന്നിൽ നമുക്കത് ഇതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ പല കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കുറേ അധികം കേസുകൾ, ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവ് മൂലം സംഭവിച്ചിട്ടുള്ള കേസുകൾ നിങ്ങൾ കാണാറില്ലേ? പത്രത്തിലും മറ്റു ന്യൂസിലൊക്കെ കാണാറില്ലേ? നമ്മള് ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് മൂലമാണ് സംഭവിച്ചതെങ്കിൽ അതിനെതിരെ നമുക്ക് ലീഗലായിട്ട് മുന്നോട്ട് പോകാം ഇല്ലേ. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെതിരെയൊക്കെയായിട്ട് നമുക്ക് കേസ് കൊടുക്കാനൊക്കെ സാധിക്കും. സോ അതൊക്കെ നമ്മൾ ഈ കൺസെന്റിന്റെ ഒരു ഇതിലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? ലീഗല് സ്റ്റാർട്ട് ചെയ്താൽ 1 or 2 സെന്റൻസ് വായിക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം, മതിയോ ലീഗല്? ഓക്കെ, ഇന്ന് ഇത്രയും പഠിച്ചത് മതിയല്ലേ? ഒരുപാട് പഠിച്ചത് ഞങ്ങള് ഇപ്പൊ തന്നെ ഞങ്ങൾ ഉറങ്ങിയിരിക്കുകയാണ് മിസ്റ്റേന്നായിരിക്കും എല്ലാവരും വിചാരിക്കണം. അങ്ങനെയാണോ? ഉറങ്ങുന്നുണ്ടോ ആരെങ്കിലും? ആക്റ്റീവാണോ എല്ലാവരും? ഓക്കെ, അപ്പൊ ഇവിടെ വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നോക്കുക. ദെൻ പിന്നെ പഠനമൊക്കെ എവിടെ വരെ പോകുന്നു? പഠിക്കാനൊക്കെ ഉണ്ടല്ലോ എല്ലാവരും?
എക്സാമിന്റെ തലേ ദിവസം റിവിഷൻ ചെയ്യാൻ വെച്ചേക്കാണോ? അങ്ങനെയുണ്ടോ ആരെങ്കിലും? അങ്ങനെയുണ്ടോ? പഠിക്കുന്നുണ്ടോ ഡെയിലി? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപാട് ലോഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, ഡിപ്ലോമ പോലെയല്ല, കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി പഠിക്കാൻ അധികമുണ്ട്, പഠിക്കാൻ കുറച്ചും കൂടി ടൈറ്റ് ആണ്. സോ നമ്മൾ തന്നെ സ്വയം സമയം കണ്ടെത്തണം. കണ്ടെത്തുന്നുണ്ടോ? എന്നിട്ട് കണ്ടെത്തുന്നുണ്ടോ? നമ്മൾ യാതൊരു റിപ്ലൈയും ഇല്ല. ഉണ്ട്. ആ സിനി എന്താണ് ചോദിച്ചോളൂ, പറഞ്ഞോളൂ. PGD ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ PDF ഞാനുണ്ട് മിസ്സേ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. സിനിക്ക് കേൾക്കണില്ലല്ലോ, ഒന്ന് ടൈപ്പ് ചെയ്യാമോ? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ആയിട്ടില്ലല്ലോ, എക്സാം ഒക്കെ ആവട്ടെ കേട്ടോ. പഠിക്കുക നിങ്ങൾ ഡെയിലി കേട്ടോ, പഠിക്കണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലീഗൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.